യെസ്, സയൻസ് വിദ്യാർത്ഥികൾ ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, സാർ ഞാൻ +1 +2 സയൻസ് പഠിച്ചു, എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ +1 +2 സയൻസ് എടുത്തു പോയി. എന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം, അല്ലെ ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരം, നാട്ടുകാരുടെ നിർബന്ധപ്രകാരം ഞാൻ +1 +2 സയൻസ് എടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? സയൻസിന് ഉപരിപഠനം പഠിക്കണ്ട, എനിക്ക് എന്ത് ചെയ്യണം? കൊമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് കൊമേഴ്സിലേക്ക് എന്ത് ചെയ്യണം? മാറണം. ആ കൊമേഴ്സിലെ ബികോം BBA താല്പര്യമില്ല, എനിക്ക് എന്ത് ചെയ്യണം? സയൻസിലെ MBBS BTech പോലെ തന്നെയുള്ള കൊമേഴ്സിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഇറ്റ്സ് ലൈക്ക് CMA ഇന്റർനാഷണൽ കോഴ്സ് ACCയിലേക്ക് എന്ത് ചെയ്യണം? എനിക്ക് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാനൊരു സയൻസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ കൊമേഴ്സിലുള്ള പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നാണ് മെജോറിറ്റി സയൻസ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത് ഡൗട്ട് വരുന്നത്. അപ്പൊ അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നിങ്ങളെ മുന്നിൽ വരുന്നത്. സിമ്പിൾ ആണ്, ആൻസർ സിമ്പിൾ ആണ്. ഇപ്പോ ഒരു കുട്ടി ഇപ്പൊ CMA അല്ലെങ്കിൽ ACCA തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടിക്ക് അതിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ CMA കേസിൽ അതിൽ വരുന്ന സബ്ജക്റ്റുകളാണ് കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്, ഇൻകം ടാക്സ്, GST, ഇതൊക്കെ. ഇതൊന്നും ഒരു കുട്ടി ഇതിന്റെ ഒരു ബേസ് ക്ലാസ്സോ കാര്യങ്ങളോ എന്ത് ചെയ്തില്ല ഒരു കുട്ടി +1 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. +1 +2 കൊമേഴ്സിൽ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ആകെ CMAയിലുള്ള അക്കൗണ്ടൻസി എന്ന് പറയുന്നതിന്റെ ബേസ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഈ +1 +2 കൊമേഴ്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അതൊരു +2 സയൻസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും +2 ഹ്യൂമാനിറ്റീസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും അവർക്കൊരു 10-15 ദിവസത്തെ ബേസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും? ഈ പറഞ്ഞ അക്കൗണ്ടൻസിന്റെ ബേസ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 15 ദിവസത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയും സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയും CMA ACCA പോലത്തെ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ അവർ 3 പേരും ഈക്വൽ ആയിട്ട് മാറും. അതാണ് അർത്ഥം. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? CMA പോലത്തെ കോഴ്സുകളോ ACCA പോലത്തെ കോഴ്സുകളോ എന്ത് ചെയ്യാൻ പറ്റും? തിരഞ്ഞെടുക്കാൻ പറ്റും. വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹൈ ലെവലിൽ, ഹൈ പോസ്റ്റിൽ, കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാൻ പറ്റും. അത്രയും ഹൈ സാലറിയും ഹൈ പോസ്റ്റിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് CMA ഇന്ത്യ ആണെങ്കിലും CMA USA ആണെങ്കിലും ACCA എന്ന് പറഞ്ഞ കോഴ്സുകൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ.